ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരത്തെ കുടിയേറ്റ ചടങ്ങിലേക്ക് പോവുകയാണ്. തൃശ്ശൂർ പൂരത്തിന് കുടിയേറുകയാണ്. പ്രധാന സാരഥികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടകക്ഷേത്രങ്ങളിലുമാണ് കുടിയേറ്റം നടക്കുന്നത്. മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ടും ചമയ പ്രദർശനവും നടക്കുക. പൂരവിളംബരമായി 5-ന് രാവിലെ 9 മണിക്ക് കുമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറക്കും. 6-നാണ് പൂരങ്ങളുടെ പൂരം, 7-നാണ് ഉപചാരം ചൊല്ലി പിരിയുക. തൃശ്ശൂർ പൂരത്തിൻ്റെ കുടിയേറ്റം നടക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സൂരജ് സജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന ചടങ്ങുകൾ? ഗോപികൃഷ്ണൻ, ഒരു വലിയ ആവേശത്തോടു കൂടി തൃശ്ശൂർ വീണ്ടും ഒരു പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവമ്പാടിയിലും പാറമേക്കാവിലും ഘടകക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് കൊടിയേറേണ്ടത്. ഇപ്പോൾ തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. തിരുവമ്പാടി ക്ഷേത്രത്തിൽ ഈ പാരമ്പര്യ അവകാശികൾ എത്തിച്ച കൊടിമരം, കൊടിമരത്തിൽ അല്പസമയത്തിനകം തന്നെ ഈ പൂരത്തിന് തുടക്കം കുറിച്ചുള്ള കൊടിയേറും. അതിന് തൊട്ടു പിന്നാലെ ഈ പാറമേക്കാവിലും കൊടിയേറും. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഒരു വർഷം നീളുന്ന കാത്തിരിപ്പാണ്. ആ കാത്തിരിപ്പിന് വിരാമമാകുന്ന നിമിഷമാണ്. ഇന്ന് തുടങ്ങി അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും തൃശ്ശൂരിൻ്റെ പൂരമാണ്. പൂരത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് തൃശ്ശൂർ കടക്കും. അത് പലവിധ ചടങ്ങുകളുണ്ട്. 4-ാം തീയതി സാമ്പിളുണ്ട്. അതോടൊപ്പം തന്നെ 5-ാം തീയതിയാണ് തെക്കേ ഗോപുര നട തുറന്നെത്തി പൂര വിളംബരം നടത്തുന്നത്. നിലപാട് തറയിലെത്തി 3 തവണ ശംഖ് വിളിക്കുന്നതോടുകൂടി പൂര വിളംബരമാകും. 6-ാം തീയതിയാണ് പൂരം. പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള അനുബന്ധ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്ന നിമിഷം കൂടിയാണ് ഈ കൊടിയേറ്റ് എന്ന് പറയുന്നത്. രാവിലെ കാർത്തികേയനി ക്ഷേത്രത്തിൽ ഈ കൊടിയേറ്റ് നടന്നു. ഘടകക്ഷേത്രങ്ങളിൽ പ്രധാനിയാണ് കാർത്തികേയനി ക്ഷേത്രം. കാർത്തികേയനി ക്ഷേത്രത്തിലെ കൊടിയേറിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവമ്പാടിയിലും ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നിരവധി ആളുകളാണ് ഈ ചടങ്ങിൻ്റെ ഭാഗമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ രാജനുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ തന്നെ പൊതുപ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും എല്ലാവരും പങ്കെടുക്കുന്ന, രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും അണിനിരക്കുന്ന ഒരു വലിയ ചടങ്ങിന് തൃശ്ശൂർ സാക്ഷ്യം വഹിക്കുകയാണ്. തൃശ്ശൂരുകാരെ സംബന്ധിച്ച് ഒരു പൂരം കഴിഞ്ഞാൽ അടുത്ത പൂരം വരെയുള്ള കാത്തിരിപ്പാണ്. കാരണം അതുമുതൽ അവർ തുടങ്ങുന്ന തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പുകൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന നിമിഷത്തിലേക്കാണ് നമ്മൾ നടന്നെടുത്തുകൊണ്ട് ഇരിക്കുന്നതെന്ന് വേണം ഈ നിമിഷത്തിൽ പറയാനായി. തിരുവമ്പാടിക്കാരെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എഴുന്നള്ളത്തിനെ സംബന്ധിച്ചും വെടിക്കെട്ടിനെ സംബന്ധിച്ചും എല്ലാം വലിയ ആശങ്കകളുണ്ടായിരുന്നു. ആ ആശങ്കകളെല്ലാം പരിഹരിച്ചുകൊണ്ട് സാധാരണ ഈ പൂരത്തോടടുക്കുമ്പോൾ ഇത്തരം ആശങ്കകൾ കൂടാറാണ് പതിവ്. പക്ഷേ ഇക്കുറി കുറച്ചുകൂടി ഒരു ആശ്വാസത്തോടു കൂടി, അതായത് ആന എഴുന്നള്ളിപ്പിലൊക്കെ ആണെങ്കിലും കൃത്യമായ അനുകൂലമായ ഉത്തരവുണ്ടായിരിക്കുന്നു. വെടിക്കെട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും അനുകൂലമായ ഉത്തരവുണ്ടായിരിക്കുന്നു. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് വലിയ ആഘോഷത്തോടു കൂടി, വലിയ ആവേശത്തോടു കൂടി പൂരത്തെ വരവേൽക്കുകയാണ് തൃശ്ശൂർ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ കൊടിമരം ഇപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ കൊടിയേറ്റിൻ്റെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കും. അവിടെ തിരുവമ്പാടിയുടെ ദേവസ്വം ഭാരവാഹികളുണ്ട്, പൊതുപ്രവർത്തകരുണ്ട്, മന്ത്രി കെ രാജനടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, മുൻ മന്ത്രി വി എസ് സുനിൽകുമാറുണ്ട്. അങ്ങനെ തുടങ്ങി നിരവധി ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ തിരുവമ്പാടി ക്ഷേത്ര സന്നിധിയിൽ ഈ കൊടിയേറ്റ് നടക്കും. അതിന് തൊട്ടു പിന്നാലെ പാറമേക്കാവ് ക്ഷേത്രത്തിലും കൊടിയേറുന്നതോടുകൂടി തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ പൂര ആവേശത്തിലേക്ക് കടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ തിരുവമ്പാടിയിൽ പൂരത്തിന് കൊടിയേറും. ഗോപികൃഷ്ണൻ.